IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ ഫോണിലെ ചാറ്റ് പോലീസിന് ലഭിച്ചു. എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് പെൺകുട്ടിയോട് ചോദിച്ചത് ചാറ്റിലുണ്ട്. എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് പെൺകുട്ടിയോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. മരിക്കുമെന്ന പെൺകുട്ടി മറുപടിയും നൽകി. പ്രതിയുടെ ടെലഗ്രാം ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പെൺകുട്ടി യുവാവിനോട് പറഞ്ഞു. നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ വിവാഹം കഴിക്കാനാകൂവെന്ന് സുഗാന്ത് മറുപടി നൽകി. തുടർന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ നീ പോയി ചാകണം, നീ എന്ന് ചാകുമെന്ന് ചോദിക്കുന്നു. ഓഗസ്റ്റ് 9 മരിക്കുമെന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന സുഗാന്തുമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു. സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതിന്റെ മാനസിക വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കേസ്. പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകളും സുഗാന്തും പെൺകുട്ടിയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റും ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. മരിക്കുന്നതിന് തൊട്ടുമുമ്പും സുഗാന്തിനോടാണ് IB ഉദ്യോഗസ്ഥ സംസാരിച്ചിരുന്നത്. സുഗാന്തിന്റെ പങ്ക് പുറത്തുവന്ന ശേഷം ഇയാൾ ഒളിവിലാണ്. ഇയാളെ നേരത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കോടതി ഇന്നലെ സുഗാന്തിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. തിങ്കളാഴ്ച വരെയാണ് സുഗാന്തിന്റെ അറസ്റ്റ് തടഞ്ഞത്. തിങ്കളാഴ്ചയാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉത്തരവ് പറയുക. IB ഉദ്യോഗസ്ഥയും സുഗാന്തും തമ്മിലുള്ള ടെലഗ്രാമിൽ നടത്തിയ ചാറ്റിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചത്. സുഗാന്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട്ടെ വാടക മുറിയിൽ നിന്നാണ് ഇയാളുടെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തത്. ഒളിവിൽ പോകുന്നതിന് തലേദിവസം സുഗാന്ത ഈ മുറിയിൽ താമസിച്ചിരുന്നതായാണ് വിവരം. തുടർന്ന് പോലീസ് ഇവിടെ നടത്തിയ പരിശോധനയിൽ ഐഫോൺ കണ്ടെടുക്കുകയായിരുന്നു. മാർച്ച് 24-നാണ് IB ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശിനിയെ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകൻ മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെ പേട്ട പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ യുവതി മരിച്ച് 2 മാസം പിന്നിടുമ്പോഴും സുഗാന്ത് എവിടെയാണെന്ന് എന്നതിനെക്കുറിച്ചുള്ള ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് IBയിൽ നിന്ന് സുഗാന്തിനെ പിരിച്ചുവിട്ടിരുന്നു. സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയത്. യുവതി ലൈംഗികാതിക്രമത്തിനിരയായെന്ന് കണ്ടെത്തിയതോടെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിരുന്നു. അതേസമയം പ്രതിയെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാനഭംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പേട്ട പോലീസ് ചുമത്തിയിട്ടുള്ളത്. പ്രതിക്കെതിരെ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് കുടുംബവും ആരോപിച്ചിരുന്നു. മകൾ അതിക്രമം നേരിട്ടതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ അച്ഛൻ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയത്. ഒളിവിൽ പോയ സുഗാന്ത് രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പോലീസ് അറിയിച്ചതായും ബന്ധുക്കളെന്ന് ആരോപിച്ചിരുന്നു. തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അച്ഛനും ബന്ധുക്കളും പേട്ട CIയെ നേരിട്ട് കണ്ടാണ് വിവരങ്ങൾ കൈമാറിയത്. മകൾ സുഗാന്തിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ അടക്കമാണ് പിതാവ് പോലീസിന് കൈമാറുന്നത്. ബാഗിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് രേഖകളും പോലീസിന് നൽകി. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ രീതിയിലാണെന്നും പോലീസ് നടപടികളിൽ തൃപ്തരാണെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് സുഗാന്തുമായി ഫോണിൽ 8 മിനിറ്റോളം സംസാരിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെയാണ് പിതാവും ബന്ധുക്കളും വെളിപ്പെടുത്തലുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. സുഗാന്ത് സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. ശമ്പളം മുഴുവൻ 8 മാസമായി സുഗാന്ത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. ഇക്കാര്യം കാണിച്ച അദ്ദേഹം IB ADGP, പേട്ട പോലീസ് സ്റ്റേഷൻ, കൂടുതൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.